നമസ്തേ, മെൻ്റർ പ്രേംലാലിലേക്ക് സ്വാഗതം. എല്ലാ പിന്തുണയ്ക്കും ഒരുപാട് നന്ദി. നമ്മുടെ ചാനൽ അതിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം വളരെ പെട്ടെന്ന് കൂടി വരുന്നു. വീഡിയോ കാണുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരുന്നു. കമൻറ്റ് ചെയ്യുന്നവരുടെ, പ്രതികരിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു. ഒരുപാട് നന്ദി. നോക്കൂ, ഇന്നത്തെ വിഷയം, നമ്മൾ നമ്മുടെ പണം വീതം വെപ്പിച്ചപ്പോൾ ഓരോ മാസവും ചെലവഴിക്കേണ്ട തുകയ്ക്കകത്ത് ഒരു തുക നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാറ്റിവെക്കാൻ പറഞ്ഞു ഓർക്കേണ്ട. ഞാൻ അതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വിഷയം അല്പം കോൺട്രവേഴ്സി ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഒട്ടുമില്ലാത്ത ഒരുത്തൻ കുറച്ച് പൈസ എടുത്ത് അടിച്ചു പൊളിക്കാൻ പറയുമ്പോൾ എങ്ങനെയാണ് അത് നടക്കുക എന്നൊക്കെ അല്ലേ. ഞാനതിന് വ്യക്തമായ വിശദീകരണം തന്നിരുന്നു. അപ്പോൾ അതിൽ ഒന്ന് രണ്ട് സംശയങ്ങൾ വന്നു. സാർ, ഇത് തെറ്റിദ്ധരിക്കപ്പെടുമോ, കുട്ടികൾ ഇതേപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാകുമെന്നൊക്കെ ചോദിച്ചിരുന്നു. നോക്കൂ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പണം എന്ന് പറയുന്നത് എനർജിയുടെ ഒരു രൂപം മാത്രമാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ സംഭവങ്ങളും എനർജി മാത്രമാണ്. നല്ല സ്വീകർത്താക്കൾക്ക് മാത്രമേ ഈ പ്രപഞ്ചത്തിൽ നിന്നും അബണ്ടൻസ്, സമൃദ്ധി അത് സ്വീകരിക്കാൻ പറ്റും. അപ്പോൾ പ്രപഞ്ചവുമായിട്ട് നാം നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മിക്കവാറും നമ്മളുടെ നാളിതുവരെയുള്ള മണി ബ്ലൂ പ്രിൻ്റ് വെച്ചിട്ട് നാം വെർബലിയോ നമ്മുടെ ചിന്തകൾ കൊണ്ടോ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ ഒക്കെ നമ്മൾ ഈ പ്രപഞ്ചവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മിക്കവാറും നാം അത്ര പോരാ. ഈ ചാനൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് സമൃദ്ധിയെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഈ ചാനൽ, ആവറേജായിരിക്കാനല്ല. പക്ഷേ ഈ സമൃദ്ധി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ പലരും ഇപ്പോൾ ജീവിച്ച് പോകുക, നല്ല നിലയ്ക്ക് ജീവിച്ച് പോവുക എന്ന ആഗ്രഹത്തിനപ്പുറത്തേക്ക് സ്വപ്നം കാണാൻ പോലും പലർക്കും പേടിയാണ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊപ്പം മാത്രമേ നിങ്ങളുടെ സമ്പത്തും വളരൂ. അപ്പോൾ നമ്മുടെ മണി മൈൻഡ് സെറ്റ് വലുതാക്കുന്നതിനനുസരിച്ച് മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് സമൃദ്ധി ആകർഷിക്കാൻ പറ്റൂ. അതിനു വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ കുറച്ച് പൈസ അങ്ങനെ മാറ്റിവെച്ച് ചിലവാക്കാൻ പറഞ്ഞത്. ഇത്തോടത്തെ എപ്പിസോഡ് ഒരു മെസ്സേജ് തരാൻ വേണ്ടിയാണ് വന്നത്. നല്ല സ്വീകർത്താക്കളായിരിക്കുക. നല്ല സ്വീകർത്താവാണെങ്കിൽ മാത്രമേ പ്രപഞ്ചത്തിന് നിങ്ങളിലേക്ക് ഐശ്വര്യം തരാൻ പറ്റുള്ളൂ. നോക്കൂ, ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു പ്രൊവൈഡർ ആവണം, കൊടുക്കുന്നവരാവണം അല്ലേ. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നു സ്വീകർത്താക്കളാവണം. അപ്പോൾ എന്താണ് നമ്മളുടെ വ്യത്യാസം? നാം ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സന്തോഷം കിട്ടും അല്ലേ, ഉറപ്പാണ്. നാം കൊടുക്കുമ്പോൾ അയാൾ രണ്ട് കൈ നീട്ടി അത് സ്വീകരിക്കുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടും. എന്നാൽ നാം ഒരു സാധനം കൊടുക്കുമ്പോൾ അയാൾ റിജക്റ്റ് ചെയ്താലോ? നിങ്ങൾ സന്തോഷത്തോടെ ഒരാൾക്ക് കുറച്ച് പൈസ കൊടുക്കുന്നു, അയാൾ പറയുകയാണ് എനിക്ക് തൻ്റെ പൈസ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മാനസികാവസ്ഥ അത്ര സന്തോഷമുള്ളതായിരിക്കുമോ? പക്ഷേ ശരിക്കും നമുക്ക് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അയാൾക്ക് വേണ്ടാത്തതുകൊണ്ട് നമ്മൾ അർഹതപ്പെട്ട അടുത്ത ആൾക്ക് കൊടുക്കുക, അത്രേ ഉള്ളൂ. പക്ഷേ ആ പെർട്ടിക്കുലർ മൊമെൻറ്റിൽ നമ്മുടെ മുഖം പോകുന്നുണ്ടാവും. അതേപോലെ തന്നെയാണ് പ്രപഞ്ചവും. നല്ല സ്വീകർത്താവാണ് നിങ്ങൾ എന്ന് ബോധ്യപ്പെടാതെ പ്രപഞ്ചം നിങ്ങൾക്ക് നല്ലവണ്ണം തരില്ല. അതിനായിട്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ തരുമ്പോൾ നിങ്ങളത് റിജക്റ്റ് ചെയ്താലോ ഈ പ്രപഞ്ചത്തിനും അതേപോലെ മുഖം പോവും, സങ്കടം വരും. പിന്നെ നിങ്ങളിലേക്ക് വലിയ കാര്യങ്ങൾ തരില്ല. അപ്പോൾ പ്രപഞ്ചത്തിനോട് നിങ്ങൾ അറിയിക്കുകയാണ്, ഞാൻ നല്ല ബെസ്റ്റ് സ്വീകർത്താവാണ്. അതുകൊണ്ടാണ് പറയുക, നിങ്ങൾക്ക് എന്ത് ചെറിയ നന്മ ജീവിതത്തിൽ കിട്ടിയാലും അപ്പോൾ അതിനൊക്കെ നന്ദിയോടുകൂടി ആവർത്തിച്ച് നന്ദി എന്ന് പറയുക. പ്രപഞ്ചത്തോട് പറയുക, ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്, എന്തിനേയും നല്ല കാര്യങ്ങളെയൊക്കെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എവിടെയെങ്കിലും അങ്ങ് നല്ല കാര്യം കൊടുക്കുമ്പോൾ ആരെങ്കിലും റിജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നേരെ അത് ഇങ്ങോട്ട് വിട്ടോളൂ എന്ന് പറയുന്നൊരു സ്വീകർത്താവായിട്ട് നിങ്ങൾ മാറണം. ഞാൻ നേരത്തെ പറഞ്ഞു, എന്ത് ചെറിയ കാര്യമാണോ, ചെറിയ കാര്യമാണോ ആക്ച്വലി ഇന്ന് രാവിലെ സംഭവിച്ചത്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉറങ്ങാൻ കിടന്നവർ പലരും എഴുന്നേറ്റില്ല. നമ്മുടെ മലയാള നാട്ടിൽ, വയനാട്ടിൽ ഒലിച്ചുപോയി അല്ലേ. ആ ദിവസവും നമ്മൾ എണീറ്റു. അതിനുശേഷം ഇത്ര ദിവസം കടന്നുപോയി. ഇന്നും നമ്മൾ ഉണർന്നെണീക്കാൻ ഭാഗ്യം കിട്ടിയത് കൊണ്ടാണ് വൈകിട്ട് നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോകത്ത് ഒരുപാട് ആൾക്കാർ ഇന്നലെ കിടന്നിട്ടുണ്ട് നമുക്കൊപ്പം. അവർ പലരും ഇന്ന് എഴുന്നേറ്റിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇതൊരു ചെറിയ കാര്യമാണോ?
അല്ല, വലിയ കാര്യമാണ്. അപ്പോൾ എന്നും രാവിലെ ഞാൻ എന്തിന് നന്ദി പറയണം സാറേ, എൻ്റെ അവസ്ഥ കണ്ടോ, ഇത് കണ്ടോ എന്ന് പരിതപിക്കുന്നതോടെ എൻ്റെ ചോദ്യം, ഇന്ന് ഉണരാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ഈ അവസ്ഥ കണ്ടോ എന്ന് ചോദിക്കാൻ നമ്മളുണ്ടോ? നമ്മുടെ അവസ്ഥയ്ക്ക് പിന്നെ എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? അപ്പോൾ ഉണരാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം സംഭവിച്ചു. അതിന് നന്ദി പറയുക. ഇനി ഞാൻ എന്തിന് നന്ദി പറയണം എന്നൊരു ചോദ്യമില്ല കേട്ടോ. ഉണർന്നെണീക്കാൻ സാധിച്ചതിന് നന്ദി പറയുക. ആ നന്ദി പറഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കിട്ടുന്ന ഓരോ കാര്യത്തിനും ഇതേ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു രൂപ നിങ്ങൾക്ക് വഴി കിടന്ന് കിട്ടി, കിട്ടുന്ന പണത്തിൻ്റെ മൂല്യമല്ല. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അത് പ്രകൃതിയുടെ സന്ദേശമാണ്. ആ സന്ദേശം നിങ്ങൾ ഉൾക്കൊള്ളുക, അത് കുനിഞ്ഞെടുക്കുക, വളരെ ഭവ്യതയെടുക്കുക. എന്നിട്ട് പ്രപഞ്ചത്തിന് എത്ര കോടി കിട്ടിയോ അത്രയും സന്തോഷത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നന്ദി പറയുക. മൂല്യം നോക്കരുത്. 1 രൂപയായിക്കോട്ടെ 10 രൂപയായിക്കോട്ടെ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ കൺമുമ്പിൽ അങ്ങനെ പൈസ കിട്ടുന്നുണ്ടെങ്കിൽ, നിലത്ത് കിടന്ന് കിട്ടുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും വെച്ച് മറന്ന് കിട്ടുന്നുണ്ടെങ്കിൽ, അപ്പോഴേക്കും നിങ്ങൾ അതിന് നന്ദി പറഞ്ഞ് പ്രപഞ്ചത്തിനൊരു സന്ദേശം കൊടുക്കുക. ഞാൻ ബെസ്റ്റ് സ്വീകർത്താവാണ്, ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്, എനിക്ക് തന്നുകൊള്ളുക. എങ്ങോട്ടേക്കാണോ നിങ്ങളുടെ ശ്രദ്ധ പോകുന്നത് അങ്ങോട്ടേക്കാണ് എനർജി ഒഴുകുക. എവിടെയാണ് പണത്തിന് ഒഴുകിയെത്താൻ തോന്നേണ്ടത് അതേപോലെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ചിന്തകളെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പണം ഒഴുകിയെത്തുമ്പോൾ നിങ്ങൾ ലിമിറ്റ് വെക്കാൻ നിൽക്കരുത്. ലൈക്ക് ഞാനിത് അർഹനാണോ. നിങ്ങൾ എപ്പോഴും മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, ഐ ഡിസർവ് ദിസ്, ഞാനിത് അർഹിക്കുന്നു. എൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്ത ഒരാൾ എന്നോടൊന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. സാറേ, ഞാൻ അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതിയുണ്ട്, നല്ലവണ്ണം പൈസ വരുന്നുണ്ട്, നല്ല സമ്പാദിക്കുന്നുണ്ട്. പക്ഷേ നോക്കൂ സാർ, എൻ്റെ ചുറ്റുവട്ടത്ത് മുഴുവൻ കഷ്ടപ്പെടുന്നവരും ദരിദ്രരുമാണ്. അപ്പോൾ ഇവരെ കണ്ടുകൊണ്ട് എനിക്ക് എങ്ങനെയാണ് സന്തോഷിക്കാൻ പറ്റുക? നമ്മൾ അവരോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ, അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്താവാൻ ആഗ്രഹിക്കുന്നു? ഇവരെ പോലെ തന്നെ പാപ്പരാൻ ആഗ്രഹിക്കുന്നു. ഇനി നിങ്ങളും അവരെ പോലെ പാപ്പരായെന്ന് കരുതുക. അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് എന്ത് മാറ്റം കൊണ്ടുവരാൻ പറ്റും? മറിച്ച് നിങ്ങൾക്ക് സമ്പത്തുണ്ടോ, ആ സമ്പത്തിനെ നിങ്ങൾ അവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി വിനിയോഗിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പറയുന്ന ഈ ഒരു ചിന്തയ്ക്ക് അവിടെ സ്ഥാനം ഉണ്ടാവുമോ? പലരുടെയും കണ്ണ് തുറപ്പിച്ചിട്ടുണ്ട് ഈ മറുപടി. കാരണം എന്താണെന്നറിയുമോ? ഇവർ കൊടുക്കാൻ തുടങ്ങുമ്പോൾ അവർ ബെസ്റ്റ് സ്വീകർത്താവുകയാണ്. കാരണം കൊടുക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഇത്ര ചെറിയ കൊടുത്തിട്ട് കാര്യമില്ല, ഇനിയും വലുതാണ് ആവശ്യം. കാരണം അത്രയും ആവശ്യക്കാർ പെരുകി വരുന്നു. ആവശ്യക്കാർ പെരുകി വരുമ്പോൾ കൊടുക്കാനും നിയമം വെച്ചിട്ടുണ്ട്. ഉള്ള സമ്പത്തെടുത്ത് കൊടുക്കുകയല്ല. നമ്മുടെ സമ്പത്തിൻ്റെ നിശ്ചയ ശതമാനം കൊടുക്കാൻ വരുമ്പോൾ ഈ കൊടുക്കേണ്ട തുക പോരാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ കൊടുക്കേണ്ടതിൻ്റെ ശതമാനം കൂട്ടുകയല്ല വേണ്ടത്, ആ ശതമാനത്തിൽ ഉൾക്കൊള്ളുന്ന തുക കൂട്ടുകയാണ് വേണ്ടത്. അതിനെന്ത് ചെയ്യണം? വരുമാനം കൂട്ടണം, വളരണം, പണിയെടുക്കണം. ഇതെല്ലാം പരസ്പരം കണക്റ്റഡാണ്. അപ്പോൾ നമ്മൾ അധ്വാനിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ അത് നിറയെ കനിഞ്ഞു കിട്ടാൻ പ്രപഞ്ചത്തിന് എന്നിലേക്ക് ചൊരിഞ്ഞോളൂ എന്നൊരു സന്ദേശം എപ്പോഴും കൊടുത്തുകൊണ്ടാണെങ്കിൽ, എന്തിനാണ് എന്നിലേക്ക് തരേണ്ടത്? പ്രപഞ്ചത്തിന് നേരിട്ട് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളെയും എന്നിലൂടെ ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവനാണ് ഞാൻ, അതുകൊണ്ട് എനിക്ക് തന്നോളൂ, ഞാൻ സന്തോഷപൂർവ്വം അത് നിർവഹിക്കാമെന്ന് നിങ്ങൾ പ്രപഞ്ചത്തോട് പറയുമ്പോൾ നിങ്ങളിലേക്ക് ഐശ്വര്യം വരും. ഐശ്വര്യം വന്ന് ചുറ്റുവട്ടത്തേക്കും ആ ഐശ്വര്യം പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടാവും. ഞാൻ നിങ്ങളൊരു പുസ്തകം റെഫർ ചെയ്യാൻ പറഞ്ഞവർക്കുണ്ടാവും. ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ? നിങ്ങൾ മരിക്കുമ്പോൾ ആര് കരയും? അത് തീരുമാനിക്കുന്ന ഒറ്റ കാര്യമാണ്. ആരുടെയൊക്കെ കണ്ണിൻ്റെ കൃഷ്ണമണിക്കപ്പുറം നിങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ടോ അവരൊക്കെയാണ് കരയുക. അവരുടെയൊക്കെ കണ്ണിലാണ് ഒരു തുള്ളി കണ്ണീറിറ്റ് വീഴുക. അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ ഇൻഫ്ലുവൻഷ്യൽ സർക്കിൾ, നിങ്ങളുടെ നാളിതുവരെയുള്ള പ്രവൃത്തി കൊണ്ട് നിങ്ങൾ എത്ര പേരുടെ ജീവിതത്തിലേക്ക് ഈ വെളിച്ചം കൊടുത്തിട്ടുണ്ടോ അതിനപ്പുറത്തേക്ക് ആ വെളിച്ചം കൊടുക്കാൻ നിങ്ങൾ കൂടുതൽ സമ്പാദിക്കൂ. കൂടുതൽ പാപ്പരാവാനല്ല നോക്കേണ്ടത്, കൂടുതൽ സമ്പാദിക്കൂ. കൂടുതൽ സമ്പാദിച്ച് ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവന്ന് നിങ്ങൾ കൂടുതൽ പേരുടെ ജീവിതത്തിലേക്ക് നന്മ കൊടുത്ത് സന്തോഷമുള്ളതാക്കൂ ജീവിതം, ആസ്വാദ്യകരമാക്കൂ ജീവിതം. ഒപ്പം സ്വാധീന സമ്പത്ത് വർദ്ധിപ്പിക്കൂ. കുറേ ആളുകളുടെ ഹൃദയത്തിൽ ഇടം പിടിക്കൂ. നിങ്ങളുടെ പേര് അന്വർത്ഥമാവട്ടെ, അനശ്വരമാവട്ടെ. താങ്ക് യു സോ മച്ച്. നമ്മുടെ ചാനൽ എല്ലാവരിലേക്കും എത്തിക്കാൻ എല്ലാവരും ശ്രമിക്കണം. നന്ദി, നമസ്കാരം.